രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് വിധിയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരികയാണ്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം. KPCC അധ്യക്ഷൻ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വാർത്ത ഇപ്പോൾ ഈ നിമിഷം പുറത്തു വരികയാണ്. അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കടുത്ത നിലപാട്, ഒരു കർക്കശമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ളതിൽ അന്തിമ തീരുമാനമായി കഴിഞ്ഞു. പക്ഷേ രാഹുൽ പാർട്ടിക്ക് പുറത്തേക്ക് തന്നെയാണ്. കോടതി വിധി അനുകൂലമായാലും രാഹുലിനെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള പൊതുവികാരം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി എന്നുള്ള ഒരു പൊതു നിലപാടാണുള്ളത്. KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ ഈ പറയുന്ന K മുരളീധരൻ അടക്കം രാഷ്ട്രീയകാര്യ സമിതിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് ഇന്നലെ തന്നെ രാഹുലിനെ പുറത്താക്കാൻ ഒരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് എത്തിയതാണ്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ KPCCക്ക് കഴിഞ്ഞിരുന്നില്ല. AICC നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനം കൈമാറിയിരുന്നു. തീരുമാനം എടുത്ത് അറിയിച്ചാൽ മതി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ പക്ഷേ കോടതിയിൽ നിന്നും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ പാർട്ടിയിലെ ചില നേതാക്കൾ പങ്കുവച്ചു. അങ്ങനെയെങ്കിൽ രാഹുലിനെ പുറത്താക്കേണ്ടതുണ്ടോ? പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് ആ നിലപാട് വേഗത്തിൽ തിരുത്താൻ കഴിയില്ല. അതിനാൽ തന്നെ ആലോചിച്ച് വേണം തീരുമാനം എന്നുള്ള കാര്യം ചില നേതാക്കൾ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പുറത്താക്കൽ എന്നൊരു തീരുമാനത്തിന് പ്രഖ്യാപനമില്ലാതെ പോയത്. എല്ലാം തയ്യാറാണ്. രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ജാമ്യാപേക്ഷയിൽ രാഹുലിന് അനുകൂലമായ ഒരു തീരുമാനം ഇനി ഉണ്ടായാൽ പോലും രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ളൊരു തീരുമാനം അധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക്, സ്ഥാനാർത്ഥികൾക്കൊക്കെ വീട് കയറുമ്പോൾ മറുപടി പറയേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി രാഹുൽ വിഷയം മാറുകയാണ്. ശബരിമല അടക്കമുള്ള സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന നിരവധി വിഷയം ഉണ്ടായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പേരിൽ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും തുടർഭരണമാണ്. ഒപ്പം തന്നെ അതിനെതിരെയൊക്കെ സംസാരിക്കാൻ നിരവധി വിഷയങ്ങൾ പല കോണുകളിൽ അടിത്തട്ടിൽ തുടങ്ങി ഉണ്ടായിട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മാത്രം പ്രതികരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുക, ശബരിമല സ്വർണ്ണക്കൊലയൊക്കെ ഒരു സൈഡായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുക, ഏത് വാർഡിൽ കയറിയാലും ഏത് വീട്ടിൽ കയറിയാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ത് എന്നുള്ള ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കമാണ്. ഇതിൽ തീരുമാനം വൈകി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇതിലൊരു തീരുമാനം വൈകി? ഇനിയും ഈ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ കോൺഗ്രസിന് ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനം, നിലപാട് സ്വീകരിക്കേണ്ടതേ ഉള്ളത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുലിനെതിരെ ഏകകണ്ഠമായി നിലപാടെടുക്കുമ്പോഴും ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ ഈ സണ്ണി ജോസഫിന്റെ ഒരു കാര്യം പറയുമ്പോൾ സണ്ണി ജോസഫ് ഈ വിഷയത്തെ കാണുന്നത് ഒരു അഭിഭാഷകൻ കൂടിയാണ്. അതിനാൽ തന്നെ അതിന്റെ നിയമവശം കൂടി അദ്ദേഹം പരിശോധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇതിന്റെ ഒരു നിയമത്തിന്റെ ആനുകൂല്യം രാഹുലിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പാർട്ടി നടപടി വേണമോ എന്നുള്ളൊരു ആലോചനയൊക്കെ നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ നടപടി എടുക്കാമായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നടപടി ആവശ്യപ്പെടുകയാണ്. അത് ഇന്നിപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ കോടതി ഒരു അനുകൂല തീരുമാനം എടുത്താൽ രാഹുലിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ കോടതിയുടെ തീരുമാനം പാർട്ടിയുടെ നിലപാടിനെ സ്വാധീനിക്കില്ല എന്നുള്ള തരത്തിലാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അധികം വൈകാതെ തന്നെ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും. ഹൈക്കമാൻഡിനെ ഈ വിഷയം അറിയിക്കും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി നടപടി എടുത്തല്ലോ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് നേതൃത്വം കരുതുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിനോട് MLA സ്ഥാനം രാജിവെക്കാനുള്ള സമ്മർദ്ദമൊന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കും. പിന്നീട് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ആ വ്യക്തിക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് എന്നുള്ളൊരു നിലപാട് പറയാൻ തന്നെയാകും എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന്റെ അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിലവിൽ എന്തായാലും MLA സ്ഥാനം രാജിവെക്കില്ല, പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ ഈ വൈകുന്നതും തോറും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കേണ്ടതില്ല എന്നുള്ള ഒരു ആലോചന അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, ആ ചർച്ച ഉണ്ടായ പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ഒക്കെ പേജുകളിൽ, ഫേസ്ബുക്ക് പേജുകളിൽ അമ്പലക്കള്ളന്മാർ കടക്കു പുറത്ത് എന്ന തരത്തിലുള്ള കവർ പേജൊക്കെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ഇന്നിപ്പോൾ KPCC അധ്യക്ഷനോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് രാഹുലിനെ പറ്റി ചോദിക്കുമ്പോൾ സ്വർണ്ണക്കള്ളയെ പറ്റി പറഞ്ഞ് അതിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോവില്ല. അതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കളങ്കം അത് കോൺഗ്രസിൽ നിന്ന് മാറില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയായിരിക്കും അല്ലെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തുന്നത്? കോൺഗ്രസിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഈ പറയുന്ന മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചയാവാതെ ഈ ഒരു വിഷയം മാത്രം സജീവ ചർച്ചയായി നിൽക്കുന്നു. എല്ലായിടങ്ങളിലും ഇതുതന്നെയാണ് ചർച്ച. പ്രത്യേകിച്ചും ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് വീട് കയറി വോട്ട് ചോദിക്കുന്ന സാധാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന പ്രാദേശിക നേതാക്കളുമാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 21,000-ഓളം വരുന്ന UDF-ന്റെ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലായി വീട് കയറി വോട്ട് ചോദിക്കുകയാണ്. അതിനിടയിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതിസന്ധിക്ക് കാരണക്കാരനായ ആളെ സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുകയാണ്. ഈ പരാതി വന്നതിന് ശേഷം തന്നെ രണ്ടാമത്തെ പരാതി കൂടി എത്തിയതോടെ വലിയ പ്രതിസന്ധിയിൽ പാർട്ടിയായി. ഒരു ഇടുത്തി പോലെയാണ് ആ രണ്ടാമത്തെ പരാതിയും വന്ന് വീഴുന്നത്. അത് DGP-ക്ക് കൈമാറുകയല്ലാതെ മറ്റു മാർഗം പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒരു ക്രൈം അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരമൊരു മെയിൽ KPCC അധ്യക്ഷന്റെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിന് നൽകുക എന്നുള്ളത് ഒരു പൗരന്റെ കടമയാണ്. അത് KPCC നിർവഹിച്ചു. പക്ഷേ അതുമാത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോഴും ന്യായീകരിക്കുന്നത് ഞങ്ങൾ പാർട്ടിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറിയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ നിലപാട്, കെ മുരളീധരൻ അടക്കമുള്ളവരുടെ നിലപാട്. ഇന്നലത്തെ പ്രതികരണം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് നിയോഗിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്നും മതിൽ ചാടാനല്ല എന്നുമുള്ള രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പുറത്താക്കണമെന്നുള്ള നിലപാട് തന്നെ പ്രഖ്യാപിക്കുകയാണ് കെ മുരളീധരൻ ഇന്നിപ്പോൾ സമാനമായ നിലപാട്. ഇന്നലെ രമേശ് ചെന്നിത്തല ഒന്നും മയപ്പെട്ടാണ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതല്ല. ഇന്ന് മീറ്റ് ദി പ്രസിൽ അതിരൂക്ഷമായി രാഹുലിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ഞങ്ങൾ ഒരാളെ MLA ആക്കിപ്പോയി, അതുകൊണ്ട് അയാൾ ചെയ്യുന്ന എല്ലാ വൃത്തികേടുകൾക്കും ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ടോ എന്ന് രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചോദിക്കുന്നതിനിടയിൽ കഴിഞ്ഞ 5 ദിവസമായി ഒരു MLA ഒളിവിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് 5 അല്ല 8 ആയി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾക്ക് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിമുളച്ചു വന്ന ഒരു നേതാവ് എന്ന് തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാം. അവിടെ മറുപടി പറയേണ്ടത് പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കൾക്ക് മറ്റൊരു ചോദ്യവുമില്ലാതെ അവർക്ക് മുൻപിൽ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ അവർ തീർത്തും പ്രതിസന്ധിയിലായി പോകുന്നൊരു ഘട്ടമാണ്. പ്രവർത്തകർ വലിയ തോതിൽ പ്രതിസന്ധിയിലാണ്. രാഹുലിന്റെ വിഷയത്തിൽ മാത്രമൂന്നി ഈ വീടുകൾ കയറി വോട്ട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡിവൈഎഫ്ഐയുടെ ആളുകളുമൊക്കെയായി സംസാരിക്കുമ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ മത്സരരംഗത്തുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ പത്മകുമാറും വാസുവും ഒക്കെ ചെയ്തു കൂട്ടി വെച്ചതിന് ഞങ്ങളാണ് പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഞങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ഈ ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞ് മടുക്കുകയാണ് എന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ അത് മാറി എന്നുള്ളത് മാത്രമല്ല, ഒന്നാമത്തെ ചർച്ചാ വിഷയമായി രാഹുലിന്റെ വിഷയം വരികയാണ്. കോൺഗ്രസ് പ്രതിരോധത്തിലാകുകയാണ്. ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ എഡ്ജ് UDF-ന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയം കൊണ്ടുണ്ടായ കാര്യം. അത് രണ്ടാമത്തെ പരാതി കൂടി വന്നതോടെ, കേസ് കൂടി വന്നതോടെ വലിയ പ്രതിസന്ധിയാണ്. മാത്രമല്ല രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് മുന്നിൽ പരാതി ഉണ്ടായിരുന്നില്ല, പോലീസിന് മുന്നിൽ പരാതി ഉണ്ടായിരുന്നില്ല. പ്രതിരോധം ഇനിയും തീർക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ അമൽ തേനമ്പറമ്പിൽ നിന്നും പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. KPCC അധ്യക്ഷൻ ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. ഇനി ഹൈക്കമാൻഡ് ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ടുള്ളൊരു അറിയിപ്പൊക്കെ ഒരുപക്ഷെ മുന്നോട്ട് വയ്ക്കുക. എന്തായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.